ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിതിവിടെ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സിംഗിൾ ലെയറായിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര അല്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പം അത്യാവശ്യത്തിന് കണക്കായിട്ടുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. നല്ല സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 10 ഗ്രാംസ് ചൈന ഗ്രാസ് വേണം. അപ്പോൾ സാധാരണ ഞാൻ 1 കപ്പിന് 4 ഗ്രാംസ് വെച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉറച്ചിട്ട് വരണം, കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ 5 ഗ്രാംസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 കപ്പിന് 10 ഗ്രാംസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ചൈന ഗ്രാസ് ഒന്നിങ്ങനെ കുതിർന്ന് നിൽക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചൈന ഗ്രാസ് ഇതാ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ 2 ഗ്യാസ് അടുപ്പിലായിട്ട് വെക്കാം. ഒരു ഗ്യാസിൽ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാവുന്ന ടൈമിൽ അപ്പുറത്ത് തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ആവാനും വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരേ ചൂടിൽ വേണം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ പാല് തിളച്ചിട്ട് ചൈന ഗ്രാസ് അത്രയും ചൂടില്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചറിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ പാല് തിളപ്പിക്കാറില്ല കേട്ടോ. പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ പാലൊന്ന് ചൂടാക്കി എടുക്കാറേ ഉള്ളൂ. അപ്പോൾ പാലിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് വേണം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം അതിലെന്തെങ്കിലും ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുങ്ങിയിട്ട് നമ്മുടെ പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ താഴെ സൈഡിലൊക്കെ ചൈന ഗ്രാസ് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വടിച്ചിട്ട് നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും സിമ്പിളാണ് കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പുഡിങ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, എങ്ങനത്തെ ബൗളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 ലെയറാക്കിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സിംഗിൾ ലെയർ മാത്രം മതി എന്ന് തോന്നുകയാണെങ്കിൽ മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ താഴത്തെ ലെയറിൽ കുറച്ചൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ ഇതിൻ്റെ മുകളിൽ ചെറിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. എങ്കിൽ നമ്മുടെ പുഡിങ് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അതേപോലെ മുകളിൽ ഇങ്ങനെ വൃത്തികേടായിട്ടൊന്നും നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാക്കിയുള്ള പുഡിംഗ് മിക്സിൽ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കളറോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഇത് പുറത്ത് വെക്കുമ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിവിടെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ടൊന്നും ഇത് പെട്ടെന്ന് സെറ്റാവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ചൂട് തണിഞ്ഞിട്ട് പെട്ടെന്ന് സെറ്റായിട്ട് വരുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്താലും മതി. അല്ലാതെ പുറത്ത് വെച്ചിട്ട് സെറ്റാക്കരുത്. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റാവാതെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിരുന്ന പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, കാരണം നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടില്ല. അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് മെല്ലെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം നമ്മുടെ പുഡിങ് പൊട്ടിപ്പോവരുത്, നന്നായിട്ട് സെറ്റായിട്ടില്ല. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് ജെംസ് പോലെ ഇവിടെ കിട്ടുന്ന M&M എന്ന് പറയുന്ന ഒരു മിഠായിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നട്ട്സ് വേണമെങ്കിൽ അതെടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മണിക്കൂറും കൂടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം. ഫ്രീസറിലല്ല, നമ്മൾ താഴെയാണ് വെക്കുന്നത്. പുഡിങ് നന്നായിട്ട് തണുത്തിട്ട് സെറ്റായെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിവിടെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം, അത്രയും നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 ലെയറായിട്ടൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. Thank you.